ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ട് മഴപ്പാറ്റിൽ വെള്ളം ഉണ്ടാകാണ്ട് കെട്ടിയതാണ്. അപ്പോൾ മുറ്റത്തോടെ നടന്നുകൊണ്ടുള്ള പണിയൊന്നുമില്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ മഴയിൽ ഉള്ള വെള്ളമാണിത്. നമ്മുടെ വീടിന് മുൻവശത്തുള്ള കുളമാണ്. ഈ ഈ ഒരു വർഷം മുതലാണ് ഇത് റോഡായിട്ടൊക്കെ ഈ വഴി പോകുന്നത്. ഇതിലൂടെയാണ് ഒരുപാട് ആളുകൾ നടക്കുകയും വണ്ടിയിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മുട്ടോളം വെള്ളമായിരിക്കും കേട്ടോ. ഇനി മഴ കൂടുമ്പോൾ കുളത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുറ്റത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു വരും. അപ്പുറത്തെ വീട്ടിലും വെള്ളം നല്ല വെള്ളമായിരിക്കുകയാണ്. ഇവിടെ ഇനി വെള്ളം അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വെള്ളം ഉണ്ടാകും. നമുക്ക് ഇങ്ങനെ നീന്തി നടക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ കേടായി പോവുകയൊക്കെ ചെയ്യും. അതുപോലെ വെള്ളം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മുറ്റത്ത് നല്ല വെള്ളമായിരിക്കും കേട്ടോ. ഇപ്പോൾ വെള്ളം കുറവ്, മുറ്റത്ത് വെള്ളം അങ്ങനെയില്ല, പക്ഷേ വരുന്നുണ്ട്. നമ്മുടെ ഈ വേലിൻ്റെ അപ്പുറത്ത് കുളമാണ്. കുളത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് വരും. ഇതുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഈ അടുപ്പിൽ ചോറിന് തീ കത്തിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വൈകിയാണ് എഴുന്നേറ്റത് തന്നെ. 5 മണിയൊക്കെ കഴിഞ്ഞു എഴുന്നേൽക്കുമ്പോൾ. നല്ല തണുപ്പല്ലേ, മൂടിപ്പൊഴിച്ച് കിടക്കാനാണ് തോന്നുന്നത്. പക്ഷെ അതിനാണ് കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. കാപ്പി വേണമെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ചോറിന് തീ കത്തിക്കാൻ വെള്ളം ചൂടാക്കാമെന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ അവിടേക്ക് വന്നപ്പോൾ കാല് എന്നിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി. പകുതിയോളം പോയി കേട്ടോ. വെള്ളമാണ് ഇവിടെ. പെരിച്ചാഴിയൊക്കെ കുഴിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ വീടിൻ്റെ സൈഡ് നല്ല വെള്ളമാണ്. ഇതുപോലെ വെള്ളം മുറ്റത്ത് നിറയും കേട്ടോ. അപ്പം ഞാൻ കാപ്പി കുടിക്കുകയാണ്. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ആദ്യക്കുട്ടന് സ്കൂളില്ല കേട്ടോ. എനിക്ക് ആകെ പേടിയാണ്. ഞാൻ കടയിൽ വർക്കിനൊക്കെ ആയിട്ട് പോകും. അനിയനും പണിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അച്ഛനാണുള്ളത്. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവൻ വെളിയിലേക്ക് ഇറങ്ങുമെന്നൊരു പേടിയുണ്ട്. വെള്ളം കണ്ട ആൾക്ക് പിന്നെ ഒരു കൺട്രോളും ഉണ്ടാവില്ല. വാതിലെങ്ങാനും തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ണ് തെറ്റി അവൻ വെളിയിലേക്ക് ഓടും. അച്ഛന് ശ്രദ്ധിക്കാതിരിക്കൊന്നുമില്ല, പക്ഷെ എന്നാലും അവൻ ചിലപ്പോൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ വെളിയിലേക്ക് ഓട്ടമായിരിക്കും. ഞാൻ ചിലപ്പോൾ കടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് കരുതുന്നത്. അവിടെയും വെള്ളവും മഴയൊക്കെ ആയതുകൊണ്ട് അവിടെയും കുഴപ്പമില്ല. വേറെ ഭാഗത്താണ് വെള്ളം. എന്താ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഞാൻ ചോറും കറിയും ഒക്കെ വെക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ചോറിന് തീ കത്തിച്ചിട്ടുണ്ട്. അകത്താണ് കത്തിച്ചത്. പിന്നെ വൻപയറും മെഴുക്ക് പുരട്ടി. ഇനി മീൻകറി വെക്കണം, ദോശ ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം, പാത്രം കഴുകണം. അത്രയേ ഉള്ളൂ പണി. അത് കഴിഞ്ഞാൽ വർക്കിനായിട്ട് പോകും. അപ്പോൾ ശരി.